ചാമ്പൽ തിരികൊളുത്തും തിങ്കളായി നിൽപ്പൂ നീ മാത്രം. ആദ്യമായൻ കവിളിലേതോ കൂവള പൂക്കൾ കണ്ടു നീ. രാഗതാരം നോക്കി നിൽക്കെ സ്നേഹമായി തൊട്ടു നിൻ കൈകൾ. നീ മൂളും പാട്ടിൽ മുങ്ങി നീ നീട്ടും മുത്തം വാങ്ങി. ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും നീരൻ സ്വപ്നം. അപ്പം നമ്മൾ ഈ സൂചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെയാണ്, പൂക്കോട് ലേക്ക് ടൂറിസം. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിങ്ങും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി പരിപാടിയല്ലേ? ഒരാൾ നല്ല ഗിറ്റാർ വെച്ച് നല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 40 രൂപയാണ് അഡൽറ്റിനും, 30 രൂപ ചിൽഡ്രനുമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറി നമുക്കൊന്ന് പോവാം. അപ്പം നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറുവാണ്. കൊള്ളാം, ഇതൊരു നല്ലൊരു ഒരു സെറ്റപ്പാണ് കേട്ടോ. കൊള്ളാം, നമുക്കിത് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. കയറി വരുമ്പോഴേ നമുക്കിവിടെ കുറേ കടകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വീറ്റ്സിൻ്റെ കടകളുണ്ട്, പിന്നെ ഇത് ടീ പൗഡർ, കോഫി പൗഡർ, ഹണി, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാംബു ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ. പ്ലാസ്റ്റിക് ഒന്നും കാണത്തില്ലായിരിക്കും. നോക്കാം, നമുക്ക് ഇനിയുമ്പോൾ ഇവിടുത്തെ ഒരു ബോട്ടിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത് അടിപൊളി സംഭവമല്ലേ? ഇതിൻ്റെ അകത്തുണ്ടല്ലോ അക്വേറിയം ഉണ്ട്, പിന്നെ അക്വേറിയം ഫിഷ് പായ ഉണ്ട്. അതൊക്കെ ഈ ഗവൺമെൻറ് ഓഫ് കേരളയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസാണ് ഇതൊക്കെ ചെയ്തത്. കൊള്ളാം, ഇങ്ങനത്തെയൊക്കെ സംരംഭങ്ങളാണ് ഇനിയും വരേണ്ടത് ഇവിടെ. ഇതെന്താണ്, ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഇതുണ്ട്, ഫിഷ് പാ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫിഷ് പാ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണമായിരിക്കും. നമുക്ക് നോക്കാം. ഇത് ചെയ്യണമെങ്കിൽ ആക്ച്വലി 70 രൂപയാണ് കൊടുക്കേണ്ടത്. 70 രൂപ 10 മിനിറ്റ് നേരത്തേക്ക്. വി ആർ മെയിൻറ്റെയിനിങ് വാട്ടർ pH ലെവൽ 6.7. കൊള്ളാം, ഫിഷൊക്കെ ഉണ്ടല്ലോ, കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ഷൂസ് എല്ലാം ഊരിയിട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കാല് കഴുകണം. ഇതുണ്ടോ, അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇട്ടാണ് നമ്മൾ കഴുകേണ്ടത്. നല്ല തണുപ്പാ കേട്ടോ. അപ്പോൾ നമുക്ക് കാലിടാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. ഇതിങ്ങനെ ഇട്ടിട്ട് അത് ഡെഡ് സെല്ലിൽ എടുക്കുന്നതാണ് അമ്മനെ. ഇതുണ്ടോ, അപ്പോൾ ജസ്റ്റ് ആക്ടിങ്. എൻ്റെ 70 രൂപ പോയി. അവിടെ എഴുതിയിട്ട് മറ്റേ റിമൂവ്സ് ഡെഡ് സെല്ല് ഇപ്പം ചേട്ടൻ പറയും ഇവിടെ ടൈം സ്റ്റാർട്ട് ചെയ്തെന്ന്. ഇത് മിക്കവാറും 70 രൂപ പോയി. ഇതിൻ്റെ മീനാണ്. എടി ഇത് മറ്റേ ഡെഡ് സ്കിന്നൊക്കെ പോണെങ്കിൽ അത് ചെറിയൊരു ഇതാ. അവിടെ ഫെയിലായിട്ട് ഇതായിട്ട് അപ്പുറത്ത് പോവായിരുന്നു. കാലിട കൊള്ളാലോ, അടിപൊളിയല്ലേ? എന്താ കുഴപ്പം? എന്തോ അത് കാലിട്ടാ മതി. ഡെഡ് സ്കിൻ. ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്ന കണ്ടിട്ട് ഇത് ഈ ചുറ്റിന് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നോക്കി എന്തേലും ആൾക്കാരാണ് ഇവിടെ വന്ന് ചെയ്തത്. നോക്കി ചെയ്യുന്നതാകെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഈ ബോട്ടിങ് അതിനും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതുണ്ടോ, റോ ബോട്ട്, റെസ്ക്യൂ ബോട്ട്, പെഡൽ ബോട്ട്,
പിന്നെ കയാക്ക് ബോട്ട്, ഇങ്ങനെ പല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെഡൽ ബോട്ടിന് ആക്ച്വലി 450 രൂപയാണ്. എക്സിക്യൂട്ടീവ് 4 സീറ്റ് എക്സിക്യൂട്ടീവ് 20 മിനിറ്റ്സിന് 400 രൂപ. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിലാണ് ഈ 40 രൂപ ഉള്ളത് കേട്ടോ. ബാക്കി ഇതിൻ്റെ അകത്തെ ഓരോ സാധനങ്ങൾക്കും നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇവിടെ ഭയങ്കര ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയൊരു ലേക്കിൽ കൂടെയാണ് അവർ കറങ്ങുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. യാ, അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ ഇതാണ് ബോട്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് ബോട്ടൊക്കെ എടുത്ത് ഇതുണ്ടോ, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ചവിട്ടണം കേട്ടോ. അയ്യോ 20 മിനിറ്റാണുള്ളത്. ഇതിങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്ത് വിട്ടാൽ മതി. ഇവിടുന്ന് റിലാക്സ് ചെയ്യില്ലേ, നമ്മൾ അങ്ങ് പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ചവിട്ടി പോവാം. എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടേ. എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടേ. ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ പ്രകൃതി ഭംഗി നമുക്കിവിടെ ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ. ഈ ബോട്ട് ചെയ്ത് നമ്മളിതുണ്ടോ, ഇവിടെ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിലൂടെ നടക്കാം. അങ്ങോട്ട് പോകത്തില്ല. കുറച്ച് നേരം നമ്മൾ മടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, തന്നെ കാറ്റും കൊണ്ട് പോകും. ഇതിൻ്റെ മണ്ടയിൽ മറ്റൊരു കാറ്റാടി പോലത്തെ സാധനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് നമുക്ക് വിൻഡ് വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. സിമിലർ ആയിട്ടുള്ള സ്ഥലം ഞാൻ വാഗമണ്ണും മൂന്നാറൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ചെറിയൊരു സ്ഥലത്ത് ബോട്ടിങ് അല്ലെങ്കിൽ പിന്നെ ചെറിയ കിഡ്സിൻ്റെ കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട്, അത് പക്ഷേ ഒരു എൻട്രി ഫീ ഒക്കെ വെക്കും. ആ ഒരു സ്ഥലത്ത് ഒരു ടൂറിസം അങ്ങനെയാണ്. പക്ഷെ നല്ലതാണ് ഇങ്ങനെ. ഇത് പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ അതൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇതിപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ആണ് എന്തോ അക്വേറിയം പിന്നെ ഫിഷ് സ്പാ ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ നല്ലതാണ്. അപ്പം ഒരു 20 മിനിറ്റ്സിൻ്റെ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി. കൊള്ളാം. ഹൗ ഇസ് ഇറ്റ് ലോറ? ലൂക്കസ് ഹൗ ഇസ് ഇറ്റ്? ഹൗ ഇസ് ഇറ്റ്? വാട്ട് ഡു യു ലൈക്ക്? The part where we saw the goose and about fish. ആഹാ, ഓക്കെ. ഇഷ്ടം പോലെ കുരങ്ങന്മാരൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഈ കുരങ്ങന്മാർക്കൊക്കെ എന്തോ പഴമോ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. കൊള്ളാം.